ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് ഒരു ആർട്ട് വീഡിയോ ആയിട്ടല്ല വന്നേക്കണത്. ആർട്ട് വീഡിയോ കാണാൻ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കാം. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം എന്താണെന്ന് ചിലവർക്കൊക്കെ ചിലപ്പം മനസ്സിലായിട്ടുണ്ടാവും. നമ്മ 1 month മുന്നേ മലയാളം ട്രാവൽ വ്ളോഗറായിട്ടുള്ള TechTravelEat ബൈ സുജിത് ഭക്തൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ 1 million സബ്സ്ക്രൈബേഴ്സ് ആയതിനനുബന്ധിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വിന്നറായിട്ട് സെലക്ട് ചെയ്തത് എന്നെയാണ്. എനിക്ക് ഭയങ്കര ഹാപ്പി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. അദ്ദേഹം ഇന്നത്തെ വീഡിയോയിലാണ് ആ വിന്നറിനെ അനൗൺസ് ചെയ്തേക്കണത്. എന്നെ മിനിയാന്ന് വൈകിട്ടാണ് അദ്ദേഹം കോൾ ചെയ്യണത്. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതെല്ലാം ആ വീഡിയോൻ്റെ അകത്തുണ്ട്. എനിക്കറിയില്ലായിരുന്നു ശരിക്കും അങ്ങനെ ഒരു കോൾ ചെയ്യണത്, റെക്കോർഡ് ചെയ്യുമെന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ കുറേ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്കിങ്ങനൊരു ഗീവ് അവേയിൽ എനിക്ക് സമ്മാനം കിട്ടുമെന്ന് ഒന്നും. ഇനി എന്താണ് സമ്മാനം കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ 10,000 rupees എനിക്ക് കിട്ടിയേക്കണത്. അദ്ദേഹം എന്നെ കോൾ ചെയ്തതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഗൂഗിൾ പേയിലേക്ക് എനിക്ക് ആ കാശ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്ന്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ആ സാധനം എൻ്റെ ഇവിടുന്ന് കളക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കണത്. എനിക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു എമൗണ്ട് കിട്ടിയതോ പ്രൈസ് കിട്ടിയതോ ഒന്നുമല്ല. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ആ സാധനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ആ ഗീവ് അവേനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ഈ പോസ്റ്റ് കാണുന്നത്, ഇങ്ങനൊരു ഗീവ് അവേ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ഞാൻ ഒരുപാട് ആൾക്കാർ ഗീവ് അവേ ചെയ്യണത് കാണാറുണ്ട്. പിന്നെ പല കോമ്പറ്റീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഈ കൊറോണയുടെ ടൈമിൽ. പക്ഷെ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് കുറച്ച് രാത്രി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താലോ, ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അയച്ചു കൊടുത്താലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഇപ്പോൾ ഡ്രോയിങ് ആണെങ്കിൽ കൂടിയും ഞാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യാറ്. പിന്നെ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ആവട്ടെ നമുക്ക് ചെയ്യാം, എന്നിട്ട് തീരട്ടെ എന്നിട്ട് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ടാന്ന് കരുതി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ് ഉണ്ടാക്കിയിട്ട് അയക്കാമെന്ന് കരുതി. പിന്നെ ആ സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഇരുന്നു. അന്ന് ഞാൻ കുറേ ബുദ്ധിമുട്ടി, പല സ്ഥലത്തും പോയിട്ടൊക്കെ എനിക്ക് സാധനങ്ങൾ കിട്ടിയത്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ വേറെ പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഫേസ് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ എന്ത് വെച്ച് ഉണ്ടാക്കണം, എന്താണ് അതിനെ ഉപയോഗിക്കേണ്ടത് ഒന്നും അറിയില്ല. അതൊക്കെ ഞാൻ ആ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്ലാൻ ചെയ്ത് ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ ആ 2 ദിവസം കഷ്ടപ്പെട്ടിട്ട് ഞാൻ അന്നത്തെ ആ ഒരു ടൈം തീരണേ മുന്നേ ഞാൻ സംഭവം ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ ക്വാറന്റൈനിലാണ്. മൊറോക്കോ എന്ന് വന്ന സമയത്ത് നമുക്കിപ്പോൾ ഡൽഹിയിലാണ് അദ്ദേഹം അവിടെ ഇറങ്ങിയത്. അപ്പോൾ അവിടുത്തെ ഒരു ക്വാറന്റൈൻ കഴിഞ്ഞ് പിന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു ക്വാറന്റൈനും കൂടിയും കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും വന്നത്. അപ്പം ഞാനും എൻ്റെ വീട്ടുകാരെല്ലാവരും അതിന് വെയിറ്റിംഗ് ആണ്. അപ്പം ഞാൻ അദ്ദേഹം വന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടേക്കാം. പിന്നെ ആ ഒരു വിന്നർ അനൗൺസ്മെൻറ്റ് ചെയ്ത ആ ഒരു വീഡിയോൻ്റെ ആ ഒരു പോർഷനൊന്ന് നമുക്ക് കണ്ടുനോക്കാം. പിന്നെ ബാക്കി ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതെല്ലാവരും പോയി കണ്ടുനോക്കാം. എന്തായാലും നമുക്ക് ആ ഒരു ചെറിയൊരു പോർഷൻ എന്നെ വിളിക്കണത് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നർ, അതായത് നമ്മളുടെ ഗീവ് അവേ അനൗൺസ്മെൻറ്റ് ചെയ്തതിൽ നിന്നും ഗീവ് അവേയിൽ 150-ലധികം ആളുകൾ അയച്ചു തന്ന വീഡിയോകളിൽ നിന്നും എനിക്കും നിങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് നമ്മുടെ ഒരു രൂപം, മുഖത്തിൻ്റെ ഒരു രൂപം വളരെ മികച്ച രീതിയിൽ ഉണ്ടാക്കിയായിരുന്നു. അതും ഒരു മികച്ച കലാകാരന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്തായാലും ആ ഒരു മേക്കിങ്ങും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷനും അതിനുവേണ്ടി അദ്ദേഹം ഇട്ട എഫേർട്ടും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് തന്നെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കാം. എറണാകുളത്ത് നിന്നുള്ള ഫാരിസ് എന്ന് പറഞ്ഞ സുഹൃത്താണ് നമുക്ക് ആ വീഡിയോ ചെയ്ത് അയച്ചു തന്നത്. ഫാരിസിൻ്റെ ആ ഒരു മേക്കിങ്ങിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടിട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഫാരിസിനെ വിളിക്കാം.
ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമുക്ക് ഫാരിസിനെ വിളിക്കാം. ഫാരിസിൻ്റെ നമ്പർ ഉണ്ട്. എറണാകുളത്ത് നിന്നുള്ള ആളാണ്. ഫാരിസ് ക്രാഫ്റ്റ് ഫാക്ടറി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ചോദിക്കാം ഫാരിസിൻ്റെ കാര്യങ്ങൾ. ഹലോ. 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 ഇത് ഫാരിസ് അല്ലേ? അതെ. ഫാരിസെ, ഇതാരാന്ന് മനസ്സിലായോ? ഇല്ല. ഫാരിസ് എറണാകുളത്തല്ലേ? അതെ. ഓക്കെ. എറണാകുളത്ത് ഫാരിസ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ വെച്ചിട്ട് ഈ ചിത്രങ്ങളൊക്കെ അല്ലെങ്കിൽ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളല്ലേ? അതെ അതെ അതെ. ഇപ്പൊ ചെറുതായിട്ട് സൗണ്ട് മനസ്സിലായോ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കൊണ്ട് ഇനി അദ്ദേഹമാണെന്ന് എനിക്കറിയില്ല. ഞാൻ തന്നെ, സുജിത്താണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. എവിടെ ഫാരിസ് സ്ഥലം? ഞാൻ എറണാകുളം എടപ്പള്ളി. എന്ത് ചെയ്യുന്നു ഫാരിസ്? എന്ത് ചെയ്യുന്നു? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്, മെക്കാനിക്കല്. എവിടെയാ പഠിച്ചത്? ഞാൻ KMA. പാസ്സായി. പിന്നെ ഞാനിവിടെ റിഫൈനറിയിലേക്ക് കയറാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് കുറവ്, ഓയിൽ ഫീൽഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഫാദറിന്റെ ഒരു കമ്പനി ഉണ്ടായി പ്ലാസ്റ്റിക്കിന്റെ. അപ്പൊ അവിടെ കുറച്ചാള് പോയി. അപ്പൊ ഈ ഇങ്ങനെ ഇത് ചെയ്യാനായിട്ട് എവിടെന്നാ പഠിച്ചത് ഇത്തരത്തില്? ഒന്നും പഠിച്ചല്ല, ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്തേക്കണ ഇപ്പൊ സുജിത്തേട്ടന്റെ ഫേസ് ആണ് ഞാൻ ചെയ്തേക്കുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള പെട്ടെന്നൊരു ഐഡിയ എനിക്ക് വന്ന ആ സമയത്ത് അങ്ങനെ എല്ലാവരും എന്തായാലും വീഡിയോസ് കാര്യങ്ങളായിരിക്കും ചെയ്യണമെന്ന് എനിക്കറിയാം. എന്തായാലും ഇങ്ങനെ പറഞ്ഞു. അതെന്തായാലും വെറൈറ്റി ആയിരുന്നു. അപ്പം ഫാരിസിന് തന്നെ നമുക്ക് 1ാം സമ്മാനം നൽകാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കൂടെ തീരുമാനിച്ചിരിക്കുന്നു ആ കാര്യം. കാരണം ഏറ്റവും കൂടുതൽ ലൈക്കും കമന്റും കിട്ടിയതും ഫാരിസിന്റെ ആ വീഡിയോയ്ക്കാണ്. ഞാൻ എപ്പോഴും നോക്കണേ, എന്റെ ഉമ്മ എപ്പോഴും എടുത്ത് നോക്കും. പണ്ട് പുള്ളി അവിടെ എത്തിയാ ഞാൻ പറഞ്ഞു എത്തിയിട്ടില്ല. പിന്നെ നമ്മങ്ങനെ പ്രതീക്ഷിക്കാം. ഞാനിത് നാട്ടിലെത്തിയിട്ട് ഇങ്ങനെ ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയത്ത് ചെയ്യാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. അല്ല, എന്തായാലും എത്തിയിട്ടില്ലല്ലോ. ഞാൻ ഡൽഹിയിലാണ് ഇരിക്കുന്നത്. ഡൽഹിയിലെത്തി. അപ്പൊ നീ വീഡിയോ കാണാറില്ലല്ലേ? അല്ല, ഞാൻ കാണാറുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞ അവിടെ ഇപ്പൊ എത്തിയിട്ടില്ലെന്നാന്ന് ചോദിച്ചതല്ലേ. ഇന്നിപ്പെട്ട് ഇനി അവിടുത്തെ ഫ്ലൈറ്റിലെ കാര്യങ്ങളല്ലേ ഇന്ന് ഇട്ടത്. ഞാനിപ്പോ ശരിക്കും പറഞ്ഞെങ്കിൽ ഇത്രയും നാളെ ഞാൻ വീഡിയോ കാണൂലായിരുന്നു, സത്യം പറയാം. കാണുമെന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു സ്ഥിര ഇതല്ലായിരുന്നു. അപ്പൊ ഇനി സ്ഥിരമായിട്ട് കാണണം, എല്ലാ ദിവസവും കാണണം. ഓക്കെ. പിന്നെ ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ അതിനുശേഷം ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ഭയങ്കര രസം. എന്താ എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ സന്തോഷം. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഫോൺ പേ ഉണ്ടെങ്കിൽ ഫോൺ പേ നമ്പർ, അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ നമ്പർ എനിക്ക് എന്റെ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അതിൽ അയച്ചു തരണം. ചേട്ടൻ വീട്ടിൽ വരുന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റ്. വീട്ടിൽ വരുമ്പോ എനിക്ക് ആ സാധനം നേരിട്ട് തരണം. ഞാൻ വീട്ടിൽ വരും. ഞാനിത് ഫ്രീ ആയതിനു ശേഷം കോണ്ടാക്ട് ചെയ്യാം. ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലെത്തും. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പൊ അത്രയും സമയമുണ്ട്. നോ പ്രോബ്ലം. പ്ലാൻ ചെയ്യടാ. നീ എന്താന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യും. ഇപ്പൊ നിനക്ക് എന്റെ നമ്പർ കിട്ടിയില്ലേ? നീ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നീ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് വാട്സപ്പ് ചെയ്താൽ നമുക്ക് നാട്ടിൽ വരുമ്പോ കാണാം. ഇതിൽ വാട്സപ്പ് ഉണ്ട്. അപ്പൊ വളരെയധികം സന്തോഷം ഫാരിസ്. എന്തായാലും നമുക്ക് നാട്ടിലെത്തുമ്പോൾ നേരിട്ട് കാണാം. ഓക്കെ. പിന്നെ എനിക്ക് അതിനെക്കാട്ടി സന്തോഷം. ഓക്കെ, അപ്പൊ ഉമ്മാനോടും പറഞ്ഞേക്ക് വിളിച്ചു. പിന്നെ എല്ലാരോടും പറയണ്ടേ. ഓക്കെ, അപ്പൊ ബൈ. ശരി. 1ാം സമ്മാന വിജയിയായ സൽമാൻ ഫാരിസിന് നമ്മൾ 10,000 റുപ്പീസ് കൊടുക്കുകയാണ്. പേയ്മെന്റ് പ്രോസസിംഗ്. യെസ്, ഡൺ. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, വീഡിയോ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ആ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിട്ടേക്കുക. എങ്കിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനിനി വരും ഡേയ്സിൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ആർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം വന്നതിനോടനുബന്ധിച്ചും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളും പ്ലാനൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.